ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും TJ's വ്ലോഗിലേക്ക് സ്വാഗതം. ഹാംസ്റ്റർ കോമ്പാറ്റിൻ്റെ പുതിയ അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. വിഡ്രോവൽ പ്രോസസ്സിൻ്റെ അപ്ഡേറ്റ് ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഞാൻ ഇതിനകത്ത് പറയുന്നതായിരിക്കും. അതുപോലെ നമുക്ക് വിഡ്രോ ചെയ്യാൻ വേണ്ടി നമുക്ക് പേയ്മെൻറ്റ് മെത്തേഡ് ഇങ്ങനെ ഇതിനകത്തേക്ക് ആഡ് ചെയ്യാം എന്നുള്ള കാര്യങ്ങളും ഞാൻ ഇതിനകത്ത് നിങ്ങളോട് പറയുന്നുണ്ട്. അപ്പോൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ല, തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. അതിനോടൊപ്പം ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഇവിടെ ഹാംസ്റ്റർ കോമ്പാറ്റിനെ നിങ്ങൾ ഓപ്പൺ ആക്കാൻ നേരത്ത് ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് വിഡ്രോ പ്രോസസ്സിൻ്റെ പുതിയ അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. അതിനുവേണ്ടി നമ്മൾ ഇവിടെ ജസ്റ്റ് ഓപ്പൺ ആക്കുക. അതിനുശേഷം ഇവിടെ എയർ ഡ്രോപ്പ് ഏറ്റവും ലാസ്റ്റുള്ള ആ എയർ ഡ്രോപ്പ് എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് ബിനാൻസിൻ്റെയും അതുപോലെ തന്നെ നമുക്ക് ഇവിടെ ടോൺ വാളറ്റ് നിങ്ങളിപ്പോൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ ടെലിഗ്രാം വാളറ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെയൊക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ബിനാൻസ് വഴി നമുക്ക് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം എന്നതാണ്. ബിനാൻസിലേക്ക് നമുക്ക് എങ്ങനെ ആഡ് ചെയ്യാം, ബിനാൻസിൻ്റെ എങ്ങനെ ആഡ് ചെയ്യാമെന്നാണ്. കാരണം ബിനാൻസിലേക്ക് നിങ്ങൾ ആഡ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് അതിലൂടെ തന്നെ വിഡ്രോ ഒക്കെ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇപ്പോൾ നമ്മൾ ടെലിഗ്രാം വാളറ്റ് ആണ് നിങ്ങൾ ആഡ് ചെയ്യുന്നതെങ്കിൽ പിന്നെ നിങ്ങൾക്ക് വേറെ ഒരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യേണ്ടി വരും, നിങ്ങൾക്ക് ക്രിപ്റ്റോ എന്ന് ഇന്ത്യൻ റുപ്പീസിലേക്ക് മാറ്റാനൊക്കെ ആയിട്ട്. അപ്പോൾ നമ്മൾ ബിനാൻസ് ആണ് യൂസ് ചെയ്യുന്നത്. കാരണം ബാക്കി ബിനാൻസ് ആകുമ്പം ഇന്ത്യ ബാനൊന്നുമല്ല, ബാക്കി നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ്, ബാക്കിയൊക്കെ ഇന്ത്യ ബാനായിട്ടുള്ളതാണ്. അപ്പോൾ നമുക്ക് ബിനാൻസ് യൂസ് ചെയ്യാം. അപ്പോൾ ബിനാൻസ് യൂസ് ചെയ്യാൻ വേണ്ടി നിങ്ങൾക്ക് ഒന്നില്ലെങ്കിൽ ബിനാൻസ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക. അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ജസ്റ്റ് വളരെ സിമ്പിളാണ്. അതിനുശേഷം KYC അപ്ലോഡ് ചെയ്യുക. അപ്പോൾ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാത്തവരാണെങ്കിൽ നിങ്ങൾ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാൻ, എനിക്ക് ഓൾറെഡി അക്കൗണ്ട് ഉണ്ട്. അപ്പോൾ അക്കൗണ്ട് ഉള്ളതുകൊണ്ട് ഞാൻ ഇവിടെ തന്നെ അത് അക്കൗണ്ടുള്ള അത് ക്ലിക്ക് ചെയ്ത് അതിനുശേഷം ഇവിടെ അവർ അതിൻ്റെ അഡ്രസ്സും അതുപോലെ മെമ്മോയും ചോദിക്കുന്നുണ്ട്. അതെങ്ങനെയാണ് കിട്ടുമെന്ന് നമുക്ക് ജസ്റ്റ് നോക്കാം. അതിനുവേണ്ടി നമ്മൾ ബിനാൻസ് ആപ്ലിക്കേഷൻ ഓപ്പൺ ആക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഞാൻ ബിനാൻസ് ആപ്ലിക്കേഷൻ ഓപ്പൺ ആക്കിയിട്ടുണ്ട്. അതിനുശേഷം ഇവിടെ ഏറ്റവും ലാസ്റ്റുള്ള പോർട്ടഫോളിയോയിൽ ഏറ്റവും ലാസ്റ്റ് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. പോർട്ടഫോളിയോ എന്നുള്ള അതിനകത്ത് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം മോളി ആഡ് ഫണ്ട് എന്നുള്ള ഓപ്ഷൻ കാണാൻ സാധിക്കുന്നതാണ്. ആഡ് ഫണ്ട് എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യാനായിട്ട് ഇവിടെ ഡെപ്പോസിറ്റ് ക്രിപ്റ്റോ എന്ന് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. അതിൽ ക്ലിക്ക് ചെയ്യുക. ഡെപ്പോസിറ്റ് ക്രിപ്റ്റോ എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ക്രിപ്റ്റോ എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യാൻ നേരത്ത് നമുക്ക് ഇവിടെ കുറേ ക്രിപ്റ്റോയുടെ കുറേ ഇത് കാണിക്കുന്നതായിരിക്കും. അവിടെ നമുക്ക് സെർച്ച് ഓപ്ഷൻ കാണിക്കുന്നതായിരിക്കും. സെർച്ച് ഓപ്ഷൻ്റെ അവിടെ ഹാംസ്റ്റർ എന്ന് അടിച്ചു കൊടുക്കുക. ഹാംസ്റ്റർ എന്ന് അടിച്ചു കൊടുക്കാൻ തന്നെ ഹാംസ്റ്റർ കാണിക്കുന്നതായിരിക്കും. അതിനുശേഷം നമുക്കിവിടെ ചൂസ് നെറ്റ്വർക്ക് എന്നുള്ള താഴെ ഇവിടെ നിങ്ങൾക്ക് ജസ്റ്റ് ടോൺ കോയിൻസ് എന്നുള്ള ആ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യാൻ നേരത്ത് നമുക്കിവിടെ അഡ്രസ്സും അതുപോലെ മെമ്മോയും കിട്ടുന്നതായിരിക്കും. ഇത് നിങ്ങൾ കോപ്പി ചെയ്ത ശേഷം നമ്മുടെ ഹാംസ്റ്റർ കോമ്പാറ്റിനകത്ത് പോയി പേസ്റ്റ് ചെയ്താൽ മാത്രം മതി. അപ്പോൾ ഞാൻ ജസ്റ്റ് കോപ്പി ചെയ്യുകയാണ്. അതിനുശേഷം നമ്മൾ മെമ്മോയും കോപ്പി ചെയ്ത ശേഷം ഇവിടെ സേവ് ആൻഡ് പ്രൊസീഡ് എന്നുള്ള ഓപ്ഷനിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യാൻ നേരത്ത് നിങ്ങളുടെ ബിനാൻസ് അതിനകത്തേക്ക് ആഡായി വരുന്നതായിരിക്കും. ഇങ്ങനെ നിങ്ങൾക്ക് സിമ്പിളായിട്ട് ഹാംസ്റ്റർ കോമ്പാറ്റിലേക്ക് ബിനാൻസിൻ്റെ ഇത് ആഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെടുന്ന തീർച്ചയായും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താനാണ്. ഞാൻ തീർച്ചയായും അതിൻ്റെ റിപ്ലൈ തരുന്നതായിരിക്കും. അതുപോലെ ടെലിഗ്രാമിൽ ഒരു ചാനലുണ്ട്, അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ചെയ്യുന്നതായിരിക്കും. ആർക്കെങ്കിലും ജോയിൻ ചെയ്യണമെങ്കിൽ അത് ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ സാധിക്കുന്നതാണ്.